ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലവ് ബൈ അപ്പു. അപ്പോൾ ഇതാ ഈ ഓടിപ്പോൾ നിന്നത് ഞാനാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള അടിപൊളി കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. സോറി, കട്ടിങ് ഇല്ല, കട്ടിങ്ങിന് ഞാൻ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. ഞാൻ എത്ര മെഷർമെൻറ്റ്സിലാണ് ഇത് ചെയ്തതെന്ന് അത് നിങ്ങളുടെ മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇനി കുറച്ച് കുളിച്ച പാടെ ഈ ഇത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് മുടി ഒരുമാതിരിയായിട്ട് നിൽക്കുന്നത്. ആരും അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ ആയി ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോകൾ ഇട്ടിട്ട് ഇപ്പോൾ ഷോർട്സ് ആണ് ഇടാറുള്ളത്. എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ കുർത്തിയുടെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നെക്കാണ്. അപ്പോൾ ഇതിന് നമ്മൾ നല്ല വശം മീൻസ് തുണിയുടെ നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് ചേർത്ത് ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ പേപ്പർ ക്യാൻവാസുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ അൺഅവൈലബിലിറ്റി കാരണം മീൻസ് കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഇത് തന്നെ അങ്ങ് ഒപ്പിച്ചടിച്ചു. എപ്പോഴും ഈ നെക്കായതുകൊണ്ട് ഇത്തവണ ഒരു വെറൈറ്റിക്ക്, പക്ഷെ വെറൈറ്റി ആവണം എന്നൊരു കാഷ്വൽ ആയിട്ടുള്ളതും ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് ഏത് നെക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വി നെക്കാണോ ഇതാണോ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യരുത്, കാരണം അത് നമ്മൾ കറക്റ്റ് ഇത് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു വൃത്തിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ തുന്നൽ അറ്റത്തേക്കായിട്ട് അത് പിന്നി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയുകൂടെ വേണ്ട. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഈ നെക്കിൻ്റെ പോർഷൻ കറക്റ്റ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അറ്റത്തായിട്ട് ചെറിയ കട്ടുകളൊക്കെ ഇടുക. പിന്നെ ഞാനിതൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള മീൻസ് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വലിയതായിട്ടൊന്നും തോന്നില്ല. സോ ഒരു ബേസിക് ആയിട്ട് എങ്ങനെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ കുർത്തിയുടെ രണ്ട് വശവും ലൈനിങ്ങിലേക്ക് ചേർത്തടിക്കുക കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ. പ്രത്യേകിച്ച് ഈ ക്ലോത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചാൽ അവിടെ പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്താണ്. സോ ഇത് നമ്മൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്ക് നെക്ക് കൂടെ, ബാക്ക് വെറും ഒരു റൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ നല്ല വശം, അതായത് ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാം. എൻ്റെ ഫൈനൽ എക്സാം കഴിഞ്ഞു, എല്ലാത്തിനും പാസ്സായി. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുകയായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് ഫുള്ള് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫുള്ള് മടി. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു ദ വീഡിയോ. നമ്മളിനി ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു ടെക്നിക്കില്ലേ, മീൻസ് ഷോൾഡർ സീംലെസ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ സെയിം ടെക്നിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് മീൻസ് എന്നും കാണുന്നവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം സിമ്പിളാണ് ഇത്. കെയർഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടോളൂ കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പാവല്ലേ. ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം 2 സ്റ്റിച്ചൊക്കെ ഇടാം കേട്ടോ. മീൻസ് ഷോൾഡറിനൊക്കെ എപ്പോഴും വലിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് ഊരി പുറമേ നിന്ന് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു സിംഗിൾ സ്റ്റിച്ച് ഇടുന്നതായിട്ട് വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി ഇതൊരു 30 മിനിറ്റ് ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ മിനിമൈസ് ചെയ്തിട്ട് 8 മിനിറ്റിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. സോ ഇങ്ങനെ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടും. അതാ കണ്ടോ, ബാക്ക് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് മറ്റേ ഷോൾഡറും സെയിം രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല മീൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അയൺ ചെയ്യുക. അത്യാവശ്യം ഞാൻ പറയുകയാണ്, നമുക്ക് ചെയ്യുന്ന വർക്ക് ഒരു വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിനുശേഷം ആണ് നെക്ക് ഞാൻ ഫൈനലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം ഇത് ഈ ചില ക്ലോത്തുകൾക്ക് നമുക്ക് ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഇതിന് സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി ഈ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ. മീൻസ് അയൺ ചെയ്തപ്പോൾ നല്ല വൃത്തിയിലിരിക്കുമെങ്കിലും എന്നാലും ഇങ്ങനെ കൂർത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുർത്തി ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഈ കട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു, സ്ലീവ് വേണോ വേണ്ടയോ എന്നുണ്ട്. ലാസ്റ്റ് സ്ലീവ്ലെസ് തന്നെ ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് പീസുകളുണ്ടല്ലോ, ഈ ബയാസ്, ഇത് മേക്ക് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയും നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ദെൻ അതിൽ നമ്മളിതിങ്ങനെ നല്ല വശം നമ്മളുടെ തുണിയുടെ നല്ല വശമായിട്ട് ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
അതിനുശേഷം നമ്മളിത് ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് മടക്കി ഉള്ളിലേക്ക് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, പ്രോപ്പറായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ, നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ചേ ഞാൻ ഇട്ടുള്ളൂ, 2 സ്റ്റിച്ചൊന്നും ഇട്ടില്ല. ഒരു റെഡിമെയ്ഡ് ലുക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതാ ഇങ്ങനെ നല്ല എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ പറഞ്ഞ നോട്ട് ദ പോയിൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് കുറച്ചുകൂടെ ഫിനിഷിങ് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്, നെക്ക് ചെയ്തു, പിന്നെ ഷോൾഡർ ചെയ്തു, പിന്നെ ആം ഹോളും കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആകെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വണ്ണം ഞാൻ മെഷർമെൻറ്റ്സ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മെഷർമെൻറ്റ്സ് അനുസരിച്ചാണ് കേട്ടോ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള, അതിന് അനുസരിച്ച് സ്റ്റിച്ചും ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്രൊഫഷണൽ എക്സ്പേർട്ടുകൾക്ക് ഇത് മീൻസ് ഇത് അത്ര ഡൈജസ്റ്റ് ആയിക്കോളുന്നില്ല ഞാൻ പറയുന്നതൊക്കെ. അപ്പോൾ ഇത് അനുസരിച്ച് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ണം ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ഷോർട്ടിലിട്ടിരുന്നു, ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആകെ ഫുള്ളൊരു വയ്യായികയും ഹോസ്പിറ്റൽ കേസുകളായിരുന്നു ഫുള്ളും. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഓപ്പണും കൂടെ, ആ സ്ലിറ്റ് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് അധികം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര വീതിയിൽ മടക്കി അടിക്കാതെ ഒരു മിനിമം ഒരു ചെറിയൊരു മീൻസ് മടക്കി അടിക്കുന്ന രീതിയിലാക്കുക കേട്ടോ. ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഒരു വൃത്തി തോന്നിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറേ തുണിയുണ്ട്, ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആകെ ഒരു പൊന്തി നിൽക്കും. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സമയത്ത് എന്നെ കൂടെ ഇരുന്ന് ഉറങ്ങി സപ്പോർട്ട് ചെയ്ത എൻ്റെ സ്വന്തമല്ല, എൻ്റെ വീട്ടുകാരുടെയും എൻ്റെയും സ്വന്തമായിട്ടുള്ള എൻ്റെ പൂച്ചയ്ക്ക് താങ്ക്സ്. ഈ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് എൻ്റെ പൂച്ചയെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ സ്ലിറ്റ്. എന്നിട്ട് അത് അയൺ ചെയ്തിട്ടില്ല, അതിന് മുന്നേ ഉള്ളതാണ്. അതിന് മുന്നേ ഈ പൂച്ചയ്ക്ക് അവിടെ കയറി ഉറങ്ങണം. ഏത് തുണി ഞാൻ മെഷീൻ്റെ മുകളിൽ വെച്ചാൽ പൂച്ചയ്ക്ക് ഉറങ്ങണം അതിൻ്റെ മുകളിൽ കിടന്നിട്ട്. അപ്പോൾ അതാ വീണ്ടും ഞാൻ ഫൈനൽ ലുക്കിലേക്ക് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോണം. എത്ര സമയമായി പറയുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ടാവും. അതിന് ആരല്ലേ വീഡിയോ ഫൈനൽ വരെ കാണുന്നത്. എൻ്റെ വീഡിയോക്ക് പൊതുവെ റീച്ച് കുറവാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും മാസത്തിലും വർഷത്തിലൊക്കെ ഒരു വീഡിയോ വെച്ച് ഇടുന്നതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ വിചാരിച്ചിരുന്നു എന്നും ഒരു അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഇടണം. പിന്നല്ലേ മനസ്സിലായത് ഇതും ചില്ലറ പണിയൊന്നുമല്ല. ഇത് തന്നെ 3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. 3 ദിവസം മുന്നേ അല്ല, കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പുരാതനമായിട്ടുള്ള ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് തട്ടാൽ പിന്നെ ഹാങ് 5 മിനിറ്റിലേക്ക് അത് അനങ്ങില്ല. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഗായ്സ്.